എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. മതി, വളരെ നന്ദി. വിശേഷാൽ എനിക്ക് മുൻപ് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ച ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ സണ്ണി കുര്യൻ, പാസ്റ്റർ ജോൺ കെ മാത്യു, അവരോടുള്ള പ്രത്യേക വന്ദനവും അറിയിക്കുന്നു. ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എഫെസോസ് സഭയെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം തന്ന് ഇവിടേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തുന്നു. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന ആശ്ചര്യകരമായ മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത്. പൗലോസ് അവരോട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറയുന്നു, യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. യേശുക്രിസ്തുവിലൂടെയുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധികാരികത അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ വിശ്വാസ സ്നാനത്തിലേക്ക് നടത്തി അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും തുടങ്ങി. അവരെല്ലാവരും കൂടെ ഏകദേശം 12 പേര്. അവരിൽ ആരംഭിച്ച ആ സുവിശേഷ പ്രവർത്തനം അതിനുശേഷം പൗലോസിൻ്റെ പ്രഭാഷണം സിനഗോഗിലേക്ക് നീങ്ങുന്നു. 3 മാസത്തോളം അവിടെ പ്രഭാഷണം നടത്തുന്നു. കടുത്ത എതിർപ്പുണ്ടായതുകൊണ്ട് തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് ബൈബിൾ സ്റ്റഡിയായിട്ടത് മാറുന്നു. ആസിയിലെങ്ങുമുള്ള യവനന്മാരും യഹൂദന്മാരും ദൈവവചനം കേൾക്കാൻ അത് ഇടവന്നു. അതുമാത്രമല്ല, പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ അവിടെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മേന്മേൽ കടന്ന ഉത്തരീയവും റൂമാലും കൊണ്ട് രോഗികളുടെ മേലിട്ടപ്പോൾ അവർ സൗഖ്യമാകുക മാത്രമല്ല, ദുരാത്മാക്കൾ വിട്ടുമാറുകയും ചെയ്തു. പൗലോസ് മിഷണറി പ്രവർത്തനം ചെയ്തതിൽ ഏറ്റവും ഇരുളിൻ്റെ ശക്തികൾ കുടിയിരുന്ന സ്ഥലം എഫെസോസ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ അവിടെ പറയാം. സുവിശേഷത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ദേശത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. 1000 യേശുവിനായി സമർപ്പിക്കപ്പെട്ടു. അതിൽ ധാരാളം മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. അവരുടെ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ തീയിൽ കൊണ്ടയിട്ടു. അത് വെന്തു വെണ്ണീറായി മാറി. അതിൻ്റെ സംഖ്യ എടുത്തു നോക്കിയപ്പോൾ 50,000 വെള്ളിക്കാശിൻ്റെ എന്ന് കണ്ടു. 50,000 വെള്ളിക്കാശിൻ്റെ മന്ത്രവാദ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതല്പം നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. കാരണം അന്നത്തെ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ വേതനമെന്ന് പറയുന്നത് 1 വെള്ളിക്കാശാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആക്കേണ്ടതിന് നന്നാ പുറപ്പെട്ട ഒരു വീട്ടുടമസ്ഥനോട് ബന്ധപ്പെട്ടൊരു ഉപമ പറയുന്നുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ കഠിനാധ്വാനം ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുക 1 വെള്ളിക്കാശാണ്. അത് കുറഞ്ഞ ശമ്പളമല്ല, അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ശമ്പളം തന്നെയാണ്. അപ്പോൾ 1 വെള്ളിക്കാശാണ് അന്നത്തെ ഒരു ദിവസത്തെ വേതനം. അങ്ങനെയാണെങ്കിൽ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു കണക്കിലേക്ക് ഞാൻ പറയാം. ഇന്നൊരാൾക്ക് ഒരു ദിവസം 750 രൂപയാണ് വേതനമെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 50,000 ഗുണം 750 സമം ഏകദേശം 3,75,00,000 സണ്ണിക്കുര്യൻ പാസ്റ്റർ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനം പരിശുദ്ധാത്മ ശക്തിയോടെ പ്രസംഗിക്കപ്പെട്ടപ്പോൾ 3,75,00,000 ഇന്നത്തെ കണക്കാണെങ്കിൽ 50,000 വെള്ളിക്കാശിൻ്റെ മന്ത്രവാദ കെട്ടുകൾ അവിടെ എഫെസോസിൻ്റെ മണ്ണിൽ ദൈവത്തിന് സ്തോത്രം കത്തിത്തീരത്തക്ക നിലയിൽ അസാധാരണ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം, അന്നും ഇന്നും എന്നും യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മ വ്യാപാരത്താൽ കീഴടങ്ങാത്ത പൈശാചിക ശക്തികൾ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിൽ വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിനേക്കാൾ
അന്നത്തെ കാലത്ത് ലോക അത്ഭുതങ്ങളിൽ, ഇന്നല്ല, അന്നത്തെ കാലത്ത് ലോകാത്ഭുതങ്ങളിൽ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം അവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു ദിവസം ഉത്സവം നടക്കുക പതിവായിരുന്നു. അതും ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ഉത്സവത്തിന് വരുന്നവർക്ക് ആ അർത്തമിസ് ദേവിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പതിവായിരുന്നു ദെമത്രിയാസിനും അദ്ദേഹത്തിന്റെ കൂട്ടുപ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്താൽ അവരുടെ തൊഴിൽ പൂട്ടിക്കെട്ടുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ വലിയ ഗൂഢാലോചന നടത്തുകയും വലിയ കലഹമുണ്ടാകുകയും ചെയ്തു. അങ്ങനെ പൗലോസ് അവിടെ നിന്ന് മാസിഡോണിയയിലേക്ക് പോകുന്നു. വിശദീകരിക്കുന്നില്ല. മാസിഡോണിയയിൽ നിന്ന് വീണ്ടും മിലാത്തോസിലേക്ക് എത്തുന്നു. എഫെസോസിലുള്ള മൂപ്പന്മാരെ അവിടെ വിളിച്ചു വരുത്തി ഉണ്ടാകാൻ പോകുന്ന സാധ്യതയുള്ള ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വികാര നിർഭരമായ ഒരു പ്രഭാഷണമൊക്കെ നടത്തി യെരുശലേമിലേക്ക് പോകുകയാണ്. യെരുശലേമിൽ ദൈവാലയത്തിൽ വെച്ച് വലിയ കലഹമുണ്ടാകുന്നു. വിശദീകരിക്കുന്നില്ല. സഹസ്രാധിപൻ അദ്ദേഹത്തെ കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 40 പേർ അദ്ദേഹത്തിനെതിരെ കടുത്ത ഉപവാസം പ്രഖ്യാപിക്കുന്നു. പൗലോസിനെ കൊന്നല്ലാതെ ഒന്നും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ല. പൗലോസിന്റെ പെങ്ങടെ മകൻ അത് കേൾക്കുന്നു. അത് ശതാധിപനോട് പറയുന്നു. ശതാധിപൻ സഹസ്രാധിപനോട് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ 200 കാലാളും 200 കുന്തക്കാരും അതുപോലെ തന്നെ 70 കുതിരച്ചേവകരുമായി അദ്ദേഹത്തെ കൈസരിയിലേക്ക് പറഞ്ഞയക്കുന്നു. കൈസരിയിൽ വിസ്താരം നടക്കുന്നു. ഫേലിക്സിന്റെ മുമ്പിൽ ഫേലിക്സിന് നിരപരാധി എന്ന് ബോധ്യമായെങ്കിലും യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ പരിശ്രമിച്ച് അദ്ദേഹത്തെ അവിടെ വിട്ടേച്ചു പോകുന്നു. ഫെസ്തോസ് വരുന്നു. ഫെസ്തോസ് വന്നിട്ട് യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ യഹൂദന്മാർ അദ്ദേഹവുമായി ഒരു ഗൂഢാലോചന നടത്തുന്നു. എന്താണ് ഗൂഢാലോചന എന്നറിയാമോ? കരമാർക്കം പൗലോസിനെ കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് പതിയിരിപ്പ് നടത്തി അവനെ കൊന്നുകളയാം. പൗലോസ് അത് അറിയുന്നില്ല. ഒന്നും അറിയാത്തവനെ പോലെ നടിച്ചു ഫെസ്തോസ് പറയുന്നു, നിനക്ക് യെരുശലേമിൽ വിസ്താരത്തിന് വരാൻ മനസ്സുണ്ടോ? തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പൗലോസ് ഒരാത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ഞാൻ തിരിച്ച് യെരുശലേമിലേക്കല്ല വരുന്നത്, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു, ഞാൻ റോമിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാൻ പ്രിയരെ, ഞാനും നിങ്ങളും അറിയാതെ എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മെ തകർത്ത് കളയാൻ ഇരുളിന്റെ ശക്തികൾ തയ്യാറാക്കിയാലും ആ പദ്ധതികളെയൊക്കെ വ്യർത്ഥമാക്കിക്കൊണ്ട് ഭയങ്കരവും അതിശയകരവുമായി നമ്മെ വിടുവിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. 3-ാം ദിവസമാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് പോയെന്ന്. ആ 3-ാമത്തെ ദിവസം തന്റെ സഹോദരന്മാരുമായി ലാബാൻ പുറപ്പെട്ടു വന്നു. 7-ാം ദിവസം ഗിലെയാദ് പർവ്വതത്തിൽ യാക്കോബും ലാബാനും ഒരുമിച്ചെത്തി. പിറ്റേ ദിവസം പ്രഭാതമായാൽ ലാബാന്റെ പദ്ധതി യാക്കോബിനെ പിടിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുപോകണം. പക്ഷേ അന്നു രാത്രി ഗിലെയാദ് പർവ്വതത്തിൽ എന്റെ ദൈവം ഇറങ്ങി. എന്നിട്ട് ലാബാനോട് പറയുന്നു, യാക്കോബ് എന്റെ ദാസനാണ്, നീ അവനെതിരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുത്. പിറ്റേ പ്രഭാതത്തിൽ ലാബാൻ പറയുക, യാക്കോബേ, നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അതിനുള്ള എല്ലാ സന്നാഹവും ഒരുക്കവും എനിക്കുണ്ട്. പക്ഷെ നിന്റെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, നിന്നോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുതെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നാം അറിയാതെ ഏതെങ്കിലും ഇരുളിന്റെ ശക്തികൾ നമ്മെ തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ദൈവിക ഇടപെടലിനാൽ ആ പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയായി മാറട്ടെ. അഹിത്തോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവം ഇന്നു രാത്രി നമുക്കെതിരെയുള്ള പൈശാചിക പദ്ധതികളെ തകർക്കുന്ന രാത്രിയായി തീരും. ആത്മാവിൽ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരെ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ലേശപൂർണമായ യാത്ര നടത്തി അവസാനം റോമിൽ വിസ്താരത്തിനെത്തി. വീട്ടുതടങ്കലിൽ പടയാളികളോടുകൂടെ മാറി താമസിക്കാൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് അവസരമൊരുക്കി കൊടുത്തു. അങ്ങനെ വാടകയ്ക്ക് പാർത്ത വീട്ടിൽ അദ്ദേഹം
പാർക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. റോമൻ കാരാഗ്രഹത്തിലെ ആരംഭ കാരാഗ്രഹം, ഒന്നാമത്തെ ജയിൽവാസത്തെ സമയത്തെഴുതിയ 4 ലേഖനങ്ങളാണ്. എഫീസ് ലേഖനം, ഫിലിപ്പ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഓർത്തു കേട്ടോ, ഫിലിപ്പ്യൻ കാരാഗ്രഹത്തിൽ അവരുടെ പുറം കോലുകൊണ്ട് അടിച്ചു പൊളിച്ച് കാലാമത്തിലിട്ടു പൂട്ടി. എന്നാൽ അന്നു രാത്രി പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. പാടി സ്തുതിച്ചത് അഴിയാനല്ല, ചങ്ങല വീഴാനുമല്ല, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ അവർക്കൊരവസരം കിട്ടിയതിനാൽ, അവർക്ക് വേണ്ടി ക്രൂശിൽ തകർന്ന നാഥന് വേണ്ടി അടി കിട്ടിയതിൽ പിറുപിറുപ്പില്ലാതെ അതിവേദന സഹിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, ആ വേദനയുടെ കാരാഗ്രഹത്തെ ആരാധനയുടെ പറുദീസയാക്കി അവർ മാറ്റി. അവിടെ ഒരു അത്ഭുതം നടന്നു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശദീകരിക്കുന്നില്ല. പക്ഷെ റോമിൽ വീട്ടു തടങ്കലിൽ അങ്ങനെ ആരാധനയിൽ കാരാഗ്രഹമിളകിയില്ല. കാരാഗ്രഹമിളകിയില്ലെങ്കിലും പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അകമ്പടി പട്ടാളത്തിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ, ആമേൻ, റോമൻ കൊട്ടാര ഉദ്യോഗസ്ഥർ യേശുവിനായി സമർപ്പിക്കപ്പെട്ടു. അത് മാത്രമല്ല, കഴിഞ്ഞ് 2 സഹസ്രാബ്ദങ്ങളായി ജനകോടികളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും അവരെ ദൈവകൃപയിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രൗഢോജ്വലമായ 4 ലേഖനങ്ങൾ അവിടെ പിറന്നു വീണു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം സ്തോത്രം ചെയ്തു പറയാം. ദൈവം ചെയ്യുന്നതെല്ലാം, ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് ഇന്ന് രാത്രി ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ വാക്യം, അഭിവാദനങ്ങൾക്ക് ശേഷം 3-ാം വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. എന്തങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? എഫീസ്യർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, ആസ്യക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, എഫെസോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് സംസ്കാരമായിരുന്നു, റോമൻ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ റോമൻ ഭരണത്തിൽ ഏഷ്യയുടെ തലസ്ഥാനമായിരുന്നു എഫെസോസ്. 14 ജില്ലകൾ ആ സംസ്ഥാനത്തിലുണ്ടായിരുന്നു. ആ 14 ജില്ലകൾക്കും പാല് കൊടുക്കുന്ന, ആ 14 ജില്ലകളെയും അനുഗ്രഹിക്കുന്ന സമൃദ്ധിയുടെ ദൈവമെന്നാണ് അർത്തമിസ് ദേവിയെ അവർ പ്രകീർത്തിച്ചു പറഞ്ഞത്. എഫെസോസിന്റെ 14 ജില്ലകളെയും തീറ്റിപ്പോറ്റുന്ന, അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന അർത്തമിസ് ദേവിയെ അവർ അവിടെ ഉയർത്തുമ്പോൾ പൗലോസ് പറയുന്നു, നമുക്കൊരു നാമം ഉയർത്താനുണ്ട്. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവിടെ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമെന്ന് പൗലോസ് അവതരിപ്പിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. സമയപരിമിതിക്കകത്ത് ദൈവദാസന്മാർ എനിക്ക് തന്ന വിഷയം ഇന്ന് രാത്രി ഞാൻ അവതരിപ്പിക്കുകയാണ്. 1-ാമത്തെ അനുഗ്രഹം ഇതാണ്, ക്രിസ്തുവിൽ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം 4-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടുന്നതിന് ലോകസ്ഥാപനത്തിനു മുൻപേ അവൻ നമ്മെ ക്രിസ്തുവിൽ, ദൈവത്തിന് സ്തോത്രം, തിരഞ്ഞെടുത്തു. ദൈവസഭയ്ക്ക് യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവിക തെരഞ്ഞെടുപ്പാണ്. ആ ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക്, അതിൻ്റെ വാദകോലാഹലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അവിടെ 2 ചിന്ത പറയാം. എപ്പോഴാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ലോക സൃഷ്ടിക്ക് മുമ്പേ, ലോക സ്ഥാപനം മുൻപേ. എന്താ ലോക സ്ഥാപനം മുൻപ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 നാം വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കാലത്തിന്റെ ആരംഭം അവിടെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഇനി കാലമുണ്ടാവുകയില്ല. അപ്പൊ കാലത്തിന് ആരംഭമുണ്ട്, കാലത്തിന് അവസാനമുണ്ട്. എന്നാൽ ആ കാലത്തിന് മുമ്പ്, സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ അങ്ങ് അനാദിയായും. അനാദി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആദിക്ക് മുമ്പുള്ളവൻ. ആദിക്ക് മുമ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ സമയം ആരംഭിച്ചതോടുകൂടിയാണ് കാലം ആരംഭിച്ചത്. സമയത്തിന് മുമ്പുള്ളവൻ, കാലം അവസാനിക്കും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ അനാദി മാത്രമല്ല, ശാശ്വതവാനുമാണ്. അർത്ഥം ആദിക്ക് മുമ്പുള്ളവനും കാലാതീതനും. ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, എൻ്റെ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അനാദിയായും ശാശ്വതമായും ദൈവമായവൻ അനാദി നിത്യതയിൽ. അടുത്തത് ഞാൻ പറയുമ്പോൾ അതൊന്ന് വിശദീകരിച്ചു കൊള്ളാം. അനാദി നിത്യതയിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ദൈവം ഇരമ്യാവിനോട് പറയുന്നുണ്ട്, ഇരമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതാ. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ഞാൻ ചോദിക്കുന്നു, എന്തിന് ഉത്കണ്ഠ, എന്തിന് നാളെയെ കുറിച്ചുള്ള ഭീതി? കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു പറ, ത്രികാലവേദിയും കാലത്രയങ്ങൾ കയ്യിലുള്ളവനുമായ മഹാദൈവം തന്റെ അനാദി നിത്യതയിൽ എന്നെ കാണുകയും എന്നെ മുന്നറിയുകയും തിരുഹിത പ്രസാദ പ്രകാരം എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തതാണെങ്കിൽ എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിന്റെ കൈകളിൽ ഭദ്രമാണെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആദരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? എന്തിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? അനാദി നിത്യതയിൽ എന്തിനു ദൈവം നമ്മെ തെരഞ്ഞെടുത്തു? 2 കാര്യങ്ങൾ പറയാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ വായിക്കേണ്ട 26 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും നികൃഷ്ടമായതും, അടുത്തത് എൻ്റെ കണ്ണ് നനയിച്ചിട്ടുള്ളുണ്ട്, ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഏതുമില്ലാത്തതും എൻ്റെ ദൈവം തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അതെത്രയോ അത്ഭുതകരമാണ് പ്രിയരെ. എന്തിനാ അങ്ങനെ തെരഞ്ഞെടുത്തത്? ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പറയേണ്ടതാ. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടുന്നതിന് തന്നെ അവിടെ ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തന്നെ മനസ്സിലുണ്ട്. പക്ഷെ വിസ്താര ഭയം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് തിരിച്ചറിയുമ്പോൾ അഹങ്കാരമല്ല നമുക്കുണ്ടാകുന്നത്. ദൈവസന്നിധിയിൽ എൻ്റെ ദൈവമേ, ബലഹീനനായ, ഏതുമില്ലാത്ത, ഒരു കണ്ണിനും ദയയില്ലാത്ത, ഒന്നിനും കൊള്ളത്തില്ലാത്ത എന്നെ തെരഞ്ഞെടുത്ത അങ്ങയുടെ അതുല്യ കൃപയ്ക്ക് ഇന്ന് രാത്രി സ്തോത്രമെന്ന് നിറകണ്ണുകളോട് എന്നോട് ചേർന്ന് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് പ്രിയരെ? അവരെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ആ ഭാവനയിൽ അതൊന്ന് പറഞ്ഞോട്ട് പ്രിയരെ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു മനുഷ്യൻ വലിയൊരു വിരുന്ന് ഒരുക്കിയതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല, നിലത്തിലേക്കും കല്യാണം കഴിച്ചെന്നും കാളെ
നോക്കാനാന്നും പറഞ്ഞൊക്കെ പോയപ്പോ ഭൃത്യന്മാരോട് പറഞ്ഞു, എൻ്റെ വീട് നിറയേണ്ടതിന് അംഗഹീനന്മാര്, കുരുടന്മാര്, മുടന്തന്മാര്, ദരിദ്രന്മാര്, അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നിങ്ങളൊന്ന് സ്തോത്രം ചെയ്തു പോയി. വലിയ മനുഷ്യന്റെ ഉന്നതമായ ആ വിരുന്നു വീട്ടിലെ കുരുടന്മാരും മുടന്തന്മാരും ചെകിടന്മാരും അംഗവൈകല്യമുള്ളവരും ആർക്കും വേണ്ടാത്തവരും വന്നിരിക്കുക. അവരാ വീട്ടിൽ വന്നിരുന്ന് അമൃഷ്ടാന ഭോജനം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. എന്തൊരു നന്ദി അവർക്ക്! അവരുടെ ഹൃദയം തുടിക്കുന്നില്ലേ? അവരുടെ ചുണ്ടുകൾ വിതുമ്പുന്നില്ലേ? അവരുടെ കണ്ണുകൾ നിറയുന്നില്ലേ? ഒരിടത്തും ഞങ്ങളെ വിളിക്കാൻ സാധ്യതയില്ല. ഇതുപോലൊരു പന്തി ഭോജനത്തിൽ ആരും ഞങ്ങളെ വിളിക്കില്ല. ഇരിക്കാൻ ഞങ്ങൾക്കൊട്ട് യോഗ്യതയുമില്ല. എന്നാൽ കൃപയാൽ, ഒരുമിച്ച് ആ വാക്കൊന്ന് സ്തോത്രം ചെയ്തു പറ. കൃപയാൽ യാതൊരു സാധ്യതയുമില്ലാത്ത ഇടത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയ ദൈവമേ, അങ്ങയ്ക്ക് നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി എന്തിനു മടിക്കുന്നു പ്രിയരെ? ബാബുചെറിയൻ പാസ്റ്റർ എഴുതിയ പാട്ട് പോലെ, എന്നെ തെരഞ്ഞെടുക്കാൻ, എന്നെ മാനിക്കാൻ എന്നിൽ എന്തു യോഗ്യതയുണ്ട്? ഒരു ഗുണവും പറയാനില്ല, കൃപ മാത്രം. അധരം തുറന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. ദൈവകൃപ എന്നല്ലാതെ, ദൈവകരുണ എന്നല്ലാതെ അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല. തൊഴുകയോടും നിറകണ്ണുകളോടും വിനയ വിധേയത്വ മനോഭാവത്തോടും എല്ലായ്പ്പോഴും അതോർക്കുവാനും ദൈവം മുമ്പാകെ നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. അടുത്തതോട് ചെയ്യാൻ പറയാം. എന്തിന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി തന്റെ മുൻപാകെ നിലനിർത്തേണ്ടുന്നതിന്. 2 കൊരിന്ത്യർ ലേഖനം 7:1 സമയലഭ്യതയ്ക്ക് വേണ്ടി അത് ഞാൻ വായിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തിലെയും നമ്മുടെ ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. രക്ഷിക്കപ്പെട്ടവരെ, സ്ഥാനീയ വിശുദ്ധി പ്രാപിച്ചവരെ, നാം അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ശ്ലീഹാദിന് കൊടുക്കുന്ന പ്രത്യേകത നോക്കിക്കേ. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പന്റെ ഇളയ മകൻ മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നു. പക്ഷെ തിരുവെഴുത്ത് അങ്ങനെ പറയുന്നില്ല. അവൻ മടങ്ങി വന്നു. അവന് ജഡീകനായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അവന്റെ പാപമെല്ലാം മാരക പാപമായിരുന്നു. ജഡത്തിലെ പാപത്തിന് അവനെ ഞാൻ ഉദാഹരണമായി വെക്കുകയാണ്. എന്നാൽ അവനൊരു ജ്യേഷ്ഠനുണ്ട് കേട്ടോ. ഈ മകൻ, തന്റെ സഹോദരൻ മടങ്ങി വന്നു. ഇളയ മകൻ മടങ്ങി വന്നതിൽ അപ്പൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവന് പുതിയ അങ്കി കൊടുത്ത്, ചെരുപ്പിടിപ്പിച്ച്, മോതിരമിടിപ്പിച്ച്, അവന് വേണ്ടി തടിച്ച കാളയെ അറുത്ത് അവിടെ വലിയ ആർഭാടം നടക്കുകയാണ്. പക്ഷെ മൂത്തവനുണ്ടല്ലോ, തന്റെ ഇളയ സഹോദരൻ വന്നെന്ന് കേട്ടപ്പോൾ ഓടിക്കയറി അവനെ ആലിംഗനം ചെയ്തെന്നല്ല, ആ വീടിനകത്ത് പോലും കയറാൻ മനസ്സില്ലാതെ പുറത്ത് നിന്നുകൊണ്ട് പ്രതികാരത്തോടെ പെരുമാറുകയാണ്. പുറമേ നോക്കിയാൽ അവൻ കൊള്ളാം, പക്ഷെ അകത്ത് മുഴുവൻ അനാത്മീയതയാണ്, അകത്ത് മുഴുവൻ അസൂയയാണ്, അകത്ത് മുഴുവൻ പകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അതാണ് ആത്മാവിലെ കൺവെൻഷൻ. ഈ 102ാമത് കൺവെൻഷനിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. അനാദി നിർണയത്തിൽ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എൻ്റെ ജഡത്തിലെയും എൻ്റെ ആത്മാവിലെയും സകല കൺവെൻഷനും നീക്കി നിത്യതയ്ക്കായി എന്നെ ഒരുക്കണമെന്ന് അധരം തുറന്ന് ഈ രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാ. അടുത്ത വാക്കൂടെ പറഞ്ഞ ഉപസംഹരിക്കട്ടെ പ്രിയരെ. അനാദി നിർണയത്തിൽ ദൈവം എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തത്, ദൈവം എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തതെന്ന് അടുത്ത ഭാഗത്തുണ്ട്. അവൻ നമ്മെ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റോമക്കാരുടെ കാലത്ത്, ഗ്രീക്കുകാരുടെ കാലത്ത് അത് സർവ്വസാധാരണമായിരുന്നു. ഒരാളെ ദത്തെടുത്താൽ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് നിയമപരമായ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി സാക്ഷികളെ കൊണ്ട് ഒപ്പിടി
ഒപ്പിടിവിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒപ്പിടിവിച്ച് കഴിയുമ്പോൾ ഗുണം എന്താന്ന് ചോദിച്ചാൽ, ദത്തെടുക്കപ്പെട്ടവന് ഈ ദത്തെടുത്ത മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും ഫ്രീ ആയി കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദൈവം നമ്മെ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ സഭ ദത്തുമക്കളാണ്. ദത്തുമക്കളാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത്? ദൈവത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഏകജാതനായ പുത്രനാണ്. വിശുദ്ധ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, യേശു കർത്താവ് പറയുന്നു, പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് ഏകജാതൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏകജാതനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? റോമാലേഖനം 8:29. ദൈവത്തിന് സ്തോത്രം. തന്റെ പുത്രൻ, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന്. ദൈവത്തിന് സ്തോത്രം. തന്റെ പുത്രൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാൻ പ്രിയരെ. ദൈവിക പദ്ധതി എന്താണ്? തന്റെ പുത്രനെ കുറിച്ചുള്ള നിർണയം എന്താണ്? നമ്മെ കുറിച്ചുള്ള നിർണയം എന്താണ്? അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. അനാദി നിത്യതയിൽ തിരുസഭയെ എന്റെ ദൈവം ഹൃദയത്തിൽ മറച്ചു വെച്ചപ്പോൾ തിരുസഭയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നു? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന്. അപ്പൊ ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ അവൻ അനേകം പുത്രന്മാര് വേണം. അതിന് ദൈവം എന്താ ചെയ്തത്? പാപികളായിരുന്ന, ദോഷികളായിരുന്ന, ബലഹീനരായിരുന്ന, നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടിരുന്ന, അഭക്തരായിരുന്ന, പാതാളത്തിന്റെ ആടുകളായിരുന്ന നമ്മെ ദൈവഭവനത്തിലേക്ക് ദത്തെടുത്തു. അതരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദത്തെടുത്തിട്ട് എന്താ ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിത്യത എന്നറിയാമോ? യേശു ക്രിസ്തുവിനോട് കൂടെ. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം പിടച്ചു വികസിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമുക്ക് കൂട്ടവകാശം തന്നിരിക്കുന്നു. കൂട്ടവകാശം തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ സെന്ററിന്റെ അസോസിയേറ്റ് സെൻട്രൽ പാസ്റ്റർ സി ബേബി ഇന്ന് രാത്രി ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഞാനും ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ സി ബേബി പാസ്റ്ററും കൂടെ ഒരേക്കട് സ്ഥലം വാങ്ങിയപ്പോൾ കൂട്ടവകാശമായിട്ട് വാങ്ങിയെന്ന് സങ്കല്പിക്കുക. കൂട്ടവകാശമാക്കി മാറ്റുമ്പോൾ അദ്ദേഹത്തിന് 1/2 ഏക്കർ, എനിക്കും 1/2 ഏക്കറായി വീതിച്ചാൽ അത് കൂട്ടവകാശമാകില്ല, അത് തുല്യ വീതം വെപ്പിയാകുകയുള്ളൂ. കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഏക്കർ എന്റേതാണ്, അപ്പോൾ തന്നെ 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതാണ്. 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതാണ്, അപ്പോൾ തന്നെ 1 ഏക്കർ എന്റേതുമാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റേതും കൂടെയായി മാറേണ്ടുന്നതിന് അനാദി നിത്യതയിൽ എന്നെ തെരഞ്ഞെടുത്ത അതുല്യ ദൈവകൃപയോർത്താൽ ഇന്നു രാത്രി അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിലല്ലാതെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയോ? ആ ബോധ്യമുള്ളവരുടെ കരം മാത്രം ഞാൻ ഒന്ന് കാണട്ടെ പ്രിയരെ. കരവ് ശബ്ദവും ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 27 വർഷമായി മാറി മാറി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവമനുഷ്യനാണ് ഞാനും. സഭാ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിശുദ്ധ സഭായോഗത്തിൽ ദൈവമക്കൾ ആത്മാവിൽ സന്തോഷിക്കാൻ എന്തെല്ലാം പറയണമല്ലേ. ചെങ്കടൽ പിളർന്നത്, മോശ കൈ നീട്ടിയത്, കടൽ പിളർന്നത്, മറുകര എത്തിയത്, മിരിയാം പാടിയത്, ദാവീദ് ചാടിയപ്പം മീകൾ പരിഹസിച്ചത്, അതുകൊണ്ട് അവൾക്ക് ആയുഷ്കാലം മക്കൾ ഉണ്ടാകാതെ പോയത്, എന്തെല്ലാം പറഞ്ഞ് ജനത്തെ ഒന്ന് സമ്മർദ്ദത്തിലാക്കുക. എന്നാലും പ്രതികരിക്കാത്തവരുണ്ട്. പക്ഷെ പുതിയ നിയമവിശ്വാസി ദൈവസഭയ്ക്കകത്ത് വന്ന് ദൈവത്തിന് സ്തോത്രം പറയേണ്ടത് കടൽ പിളർന്നത്
കൊണ്ടല്ല, മിരിയാം പാടിയത് കൊണ്ടല്ല, ദാവീദ് ചാടിയത് കൊണ്ടുമല്ല. അതിനപ്പുറത്ത് നിത്യത മുഴുവൻ അഗ്നി നരകത്തിനകത്ത് കിടന്ന് പിടയണ്ട എന്നെ ഓമനപുത്രന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി തൻ്റെതാക്കി എന്നെ മാറ്റി, തൻ്റെ പുത്രനാക്കി പുത്രിയാക്കി എന്നെ മാറ്റാൻ ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് യേശുവിൻ്റെ സകലതും എന്റേതും കൂടാക്കി മാറ്റുന്ന ഒരു ഉന്നത നിത്യത എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് നിറകണ്ണുകളോടെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരല്ലേ? ആ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ.